ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു ദിവസം മഹിയും കണ്ണനും ഊട്ടിയിൽ പോയ സമയത്ത് തന്നെ മേഘനാഥൻ അവിടെ ഉണ്ടായിരുന്ന കാര്യം കണ്ണനും മഹിക്കും മനസ്സിലായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഇവിടെ കമലേശ്വരം വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ കണ്ണനും മഹിയാണെങ്കിൽ 2 ദിവസം അനന്തുവിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എന്തായാലും കമലേശ്വരം വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്നാണ് കണ്ണനും മഹിയും വിചാരിച്ചിരുന്നത് തന്നെ. അങ്ങനെ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അധിക ദിവസം ഇവിടെ നിൽക്കാൻ കഴിയില്ല മഹി, നമുക്ക് എന്തായാലും നമ്മുടെ കമലേശ്വരം വീട്ടിലോട്ട് പോകാം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവരറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ എന്തായി തീരുമെന്നുള്ള കാര്യം ഓർത്തിട്ടാണ് എനിക്കൊരിത്. അവരുടെ നീക്കം എന്തായാലും ഇനി എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പേടിയുള്ളൂ. ഇപ്പോൾ തൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്, പെട്ടെന്നൊന്നും മരിക്കാനുള്ള ആഗ്രഹം എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള ഇതിൽ കണ്ണൻ സംസാരിക്കുന്നുണ്ട്. അപ്പം മഹി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് കമലേശ്വരം വീട്ടിലോട്ട് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ണനാണെങ്കിൽ വീഴ്ചകളിലൊക്കെ തന്നെയാണ് കമലേശ്വരം വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് തന്നെ. എന്നാൽ നമ്മുടെ ഉണ്ണിയും ദുർഗയൊന്നും ഈ ഒരു വിവരം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ണനെയും മഹിയും കണ്ട ദിവസം തന്നെ മേഘനാഥന് വലിയ ബോധോദയം തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി കണ്ണനും മഹിയാണോ എന്നുള്ള സംശയം മേഘനാഥന് ഇപ്പോഴും ഉണ്ട്. മേഘനാഥനാണെങ്കിൽ നല്ല സംശയമുണ്ട്. പക്ഷേങ്കിലും മേഘനാഥനെ സഹായിക്കാൻ ഇപ്പോൾ കഴിയുന്നത് ആ ആശുപത്രി കിടക്കുന്ന ആ ഗുണ്ട മാത്രമാണ്. ആ ഗുണ്ടയാണെങ്കിൽ ഇതുവരെയായിട്ടും കണ്ണ് തുറന്നിട്ടില്ല. അയാൾക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിവും കിട്ടിയിട്ടില്ല. അതുവരെ നമ്മുടെ കണ്ണൻ്റെ മഹിയുടെ നാടകം എന്തായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, ഓ എന്താ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വന്നല്ലോ രണ്ടുപേരും കൂടെ. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എവിടെ പോകാനാണ്, എൻ്റെ വീടല്ലേ ഇത് എന്നുള്ള ഇതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഏട്ടൻ ഒരു കാര്യം അറിയോ, നിങ്ങളെയും കൊണ്ട് ഇവളീ കറങ്ങാനൊക്കെ പോകുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ അവിടെയൊക്കെ വെച്ച് ഇല്ലാതാക്കിയ ആരും തന്നെ ഒന്നും അറിയില്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ മുമ്പിലൊക്കെ നാടകം കളിച്ച്, നിങ്ങളുടെ മുമ്പിലൊക്കെ നാടകം കളിച്ച് അവിടെ ചെന്ന് നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കും. കാരണം ഈ സ്ത്രീക്കാണെങ്കിൽ പ്രസവിക്കാൻ കഴിയും, ഒരു കുഞ്ഞിന് അമ്മയാവാൻ കഴിയുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ഏട്ടനൊന്നിനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു അമ്മയാവുക എന്നുള്ളത് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നതാണ്. അത് അവൾ ഒരു ദിവസം മനസ്സിലാക്കി നിങ്ങളെ ഇട്ടിട്ട് തന്നെ പോകും. നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ. ഉണ്ണിയുടെ ഈ വൃത്തിയായിട്ട് സംസാരം കേട്ടിട്ട് കണ്ണാണെങ്കിൽ പറയുന്നുണ്ട്, നിർത്തടാ, നിൻ്റെ ഈ വായു നേരുന്ന ഓരോ സംസാരം അടിച്ചിറക്കാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. നീ എൻ്റെ അച്ഛൻ്റെ രക്തത്തിൽ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ കണ്ണൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ കാരണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ഉണ്ണി സംസാരിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നീ ചെന്ന് അവൾക്ക് പാദസേവ ചെയ്ത് കൊടുക്കുക, അല്ലാതെ അതിന് എൻ്റെ മഹിയെ എന്നെയും കിട്ടില്ല. അതൊന്നും ആലോചിച്ചിട്ട് നീ എൻ്റെ മുമ്പിൽ ഇങ്ങോട്ടേക്ക് വരിക വേണ്ട. നിൻ്റെ ഭാര്യയുടെ കാര്യവും പറയേണ്ട. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എൻ്റെ റൂമിലോട്ട് വന്നു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ കേൾക്കാം. പക്ഷേങ്കിൽ നിൻ്റെ ഭാര്യയുടെ പാദസേവ ചെയ്യാനൊന്നും എനിക്ക് വയ്യ എന്ന രീതിയിൽ കണ്ണൻ പറഞ്ഞിട്ട് കണ്ണനും മഹിയാണെങ്കിൽ റൂമിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, ഇതുവരെയായിട്ടും അവരൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കാരണം അവരൊന്നും തന്നെ അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, കണ്ടിട്ട് അതൊന്നും ആലോചിച്ച് ഇരുന്ന് ഓരോന്നും ആലോചിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഓഫീസിലോട്ട് പോട്ടെ, അല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല. കണ്ണേട്ട എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മഹി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനി എനിക്കൊരു പേടിയില്ലടോ. കാരണം എനിക്ക് നല്ല ആരോഗ്യമായിട്ട് ഞാൻ എഴുന്നേറ്റ് നടന്നല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നുള്ള ഇതിൽ സംസാരിച്ചിട്ട് കണ്ണനാണെങ്കിൽ മഹിയെ ഓഫീസിലോട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ കമലേശ്വരം വീട്ടിൽ നിന്ന് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ആ വഴക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ ആ ഒരു ഓഫീസിലെ ആ ഒരു റൂമിലോട്ട് വരുന്ന സമയത്താണ് അവിടെ മഞ്ജു ഇരിക്കുന്നത് കാണുന്നത് തന്നെ. അങ്ങനെ മഞ്ജു ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ എൻ്റെ കസേരയിൽ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയോട് മഞ്ജു പറയുന്നുണ്ട്, ഇനി മുതൽ ഉണ്ണിയേട്ടൻ്റെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇവിടെ ഞാനാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് ഉണ്ണി പറയുന്നത്, അതെങ്ങനെ ശരിയാവും, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നില്ല ഇത്രയും നാൾ. ഒരാളെ ഒഴിവാക്കുമ്പോൾ അയാളെ വിളിച്ചു പറയേണ്ട ഒരു സാമാന്യ വിവരമെങ്കിലും നിൻ്റെ ഏട്ടൻ കാണിക്കേണ്ടേ എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഉണ്ണിയോടൊന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. ഉണ്ണിയോടാണെങ്കിൽ മഞ്ജു പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ഇവിടെ നിന്നിരുന്ന സമയത്ത് നല്ലപോലെ നിന്നിരുന്നെങ്കിൽ കണ്ണേട്ട ഒരിക്കലും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു. അത് നല്ലപോലെ നിൽക്കാത്തത് കൊണ്ടാണ് ഉണ്ണിയേട്ടൻ്റെ സ്ഥാനത്തേക്ക് എനിക്ക് വരേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ മഞ്ജു സംസാരിക്കുന്നുണ്ട്. അപ്പം മഞ്ജുവിനോട് പറയുന്നുണ്ട്, നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിൽ മഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതൊരിക്കലും സാധ്യമല്ല ഉണ്ണിയേട്ട, കാരണം ഇനി മുതൽ ഞാനാണ് ഇവിടെ ഈ കസേരയിൽ ഇരിക്കാൻ പോകുന്നത്. എന്നെ കണ്ണേട്ടൻ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ണിയേട്ടൻ വന്നാൽ പോലും മാറിക്കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. ഉണ്ണിയേട്ടൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഇവിടെ നോക്കാമല്ലോ, ഒരുപാട് ജോലികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ണിയേട്ടൻ എന്തായാലും കണ്ണേട്ടനോടും മഹിയേട്ടത്തിയോടൊക്കെ കാര്യങ്ങളൊക്കെ പറ, അവരെന്താ പറയുന്നത് നോക്കിയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാലോ എന്നുള്ളതിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് മഹി അങ്ങോട്ടേക്ക് വന്നത് തന്നെ. അങ്ങനെ മഹി പറയുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ
നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ഇവിടെ ഇത്രയും കാലം ഞാനായിരുന്നില്ലേ ഇരുന്നത്, പെട്ടെന്ന് ഇവളെ വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം എന്തായിരുന്നു ഇവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ മഹി പറയുന്നുണ്ട്, കമ്പനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ആവശ്യം, അല്ലാതെ നിന്നെപ്പോലുള്ള ഒരാളെ അല്ല. നീ എന്തായാലും ഇനി ഇവിടെ വേണ്ട, ഇവിടെ ഒരു ജോലിയും നിനക്ക് ഇനി തരാനും ഉദ്ദേശിക്കുന്നില്ല, എന്തായാലും ഇപ്പം തന്നെ പുറത്തേക്ക് പോയിക്കോളൂ, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് കാണിച്ചു തരാം, നീ എപ്പോഴാണോ എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ വന്നത് അന്നാണ് ഞാനും എൻ്റെ ഏട്ടനും തമ്മിൽ വലിയ വഴക്കുണ്ടായത്, നീ എന്തായാലും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ അങ്ങ് കമലേശ്വരം വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് തന്നെ. ഉണ്ണിക്ക് ആകെ ഉണ്ടായിരുന്നത് ആ ജോലി മാത്രമായിരുന്നു. അതും കൂടെ ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും പ്രതാപനൊക്കെ ഈ ഒരു വിവരം അവിടെ ഓഫീസിൽ നിന്ന് അറിയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് പ്രതാപനോടാണെങ്കിൽ, ഈ ഒരു വിവരം നീ കരുണമോളോട് പറയരുത്, കരുണമോളോട് പറഞ്ഞാൽ അവളുടെ ജീവൻ തന്നെ അവൾ ഇല്ലാതാക്കും. കാരണമെന്ന് വെച്ചാൽ അവളിപ്പോൾ തന്നെ ഒരു ഡിവോഴ്സ് വേണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതൊക്കെ അവൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് പ്രതാപ, ഇതൊന്നും അറിഞ്ഞതായിട്ട് പോലും നീ ഭാവിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്താണ് കരുണ അങ്ങോട്ടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഇത് കരുണ അറിയുമോ, ഇനിയിപ്പോൾ ഡിവോഴ്സ് ആവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പ്രമോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.